തോതിൽ എഴുത്തുകാരൻ, 2.5 കൊല്ലത്തെ തടവ്. പേര് പറഞ്ഞില്ലല്ലോ. നാരായണി. സുന്ദരമായ പേര്. വയസ്സ് 22. സുന്ദരമായ വയസ്സ്. കഠിന തടവാണല്ലേ? അതെ, 14 കൊല്ലം. അപ്പൊ കൊലക്കുറ്റമാണല്ലേ? വന്നിട്ട് ഒത്തിരി നാളായോ? 1 കൊല്ലമായി. ഹോ, എന്തൊരു ജീവിതം. നാരായണി, നമ്മൾ ഏതാണ്ട് ഒരുമിച്ചാണ് ഈ ജയിലിൽ വന്നത്. എനിക്ക് റോസാ ചെടി തരുമോ? നാരായണി എങ്ങനെ അറിഞ്ഞു ഇവിടെ റോസാ ചെടി ഉണ്ടെന്ന്? ജയിലല്ലേ, എല്ലാവരും അറിയും. ഇവിടെ രഹസ്യങ്ങളൊന്നുമില്ല. തരുമോ? എന്താ മിണ്ടാത്തേ? നാരായണി, ഈ ഭൂവനത്തിലുള്ള എല്ലാ പനിനീർച്ചെടികളും നിനക്ക് ഞാൻ തരും. ഒരെണ്ണം മതി. തരുമോ? നാരായണി അവിടെ തന്നെ നിൽക്കണേ, ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. എന്താണ് വെളുപ്പൂസുകളെ ഓടി മരത്തിൽ കയറുന്നു? ഇടയ്ക്ക് താഴെ ഇറങ്ങുന്നത്. അപ്പൊ നിനക്ക് പൂക്കാനായില്ലേ? നാരായണി, നാരായണി. എന്തോ? ഞാൻ വിളിച്ചപ്പോൾ എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. എന്നിട്ട്? ഞാൻ മിണ്ടാതെ ഒളിച്ചു നിൽക്കുമായിരുന്നു. കള്ളി. റോസാ ചെടി കൊണ്ടുവന്നോ? ബഷീർ, ബഷീർ, ബഷീർ. ഓ, ദൈവത്തിന് എത്ര സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ? സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ എന്നാ പറഞ്ഞത്? സ്നേഹത്തോടെ വിളിച്ചിരുന്നെങ്കിൽ ദൈവം എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുമായിരുന്നു. നാരായണി, ദൈവം ആരുടെ മുന്നിലും പ്രത്യക്ഷപ്പെടുകയില്ല. ദൈവം നമ്മുടെ അടുത്തുണ്ട്. പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചങ്ങളുടെയും വെളിച്ചം, ചൈതന്യം. നാരായണിക്ക് പ്രത്യക്ഷപ്പെടുവാനുള്ളത് ഞാനല്ലേ? പിന്നെ എന്താ ഇത്രയും വിളിച്ചിട്ടും വിളി കേൾക്കാനത്? ഞാൻ ചുംബിക്കുകയായിരുന്നു. മതിലോ? അല്ല, ഓരോ പൂവിലും, ഓരോ മൊട്ടിലും, ഓരോ ഇലയിലും. ദൈവമേ, എനിക്ക് കരച്ചിൽ വരുന്നു. നാരായണി, ചുവട്ടിലെ കെട്ടടിക്കരുത്. ഒരു കുഴി കുഴിച്ചാൽ ഈശ്വരനാമത്തിൽ വെക്കുക. എന്നിട്ടും മണ്ണിട്ട് വെള്ളം ഒഴിക്കണം. കേട്ടോ? കേട്ടു. എങ്കിൽ ഇതാ പിടിച്ചു. കിട്ടിയോ? ദൈവമേ, കിട്ടി. നാരായണി, ചുവട്ടിലെ കെട്ടടിക്കണം. അടിക്കാം. ഞാൻ ഈ പൂക്കളെല്ലാം നുള്ളി എടുത്തു വെക്കാൻ പോവാ. എവിടെ? കുടിക്കെട്ടിയോ? എല്ലാം എന്റെ മനസ്സിനുള്ളിൽ, എന്റെ ഹൃദയത്തിനുള്ളിൽ. അതിലെന്റെ ചുംബനങ്ങളുണ്ട് നാരായണി. ഞാനിത് നട്ട് വെള്ളം ഒഴിച്ചിട്ട് വരാം. എപ്പോഴും മതിലിന്റെ മുകളിലേക്ക് നോക്കണം. ഞാൻ വരുമ്പോൾ ഒരു ഉണങ്ങിയ കമ്പ് മതിലിന്റെ മുകളിലേക്ക് ഇടും. കണ്ടാ വരുമോ? ഞാൻ വരും. ദൈവമേ, എന്തു പറ്റി നാരായണി? എനിക്ക് കരയാൻ തോന്നുന്നു. കാരണം എന്ത്?